കൊച്ചിയിലെ CA വിദ്യാർത്ഥിനി മരണത്തിൽ ബന്ധുവായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിറവം സ്വദേശി ക്രോൺ അലക്സാണ്ടറാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. അതേസമയം മിഷേലിന്റെ ആത്മഹത്യ തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി സമീർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സമീർ, നേരത്തെ പോലീസ് ചോദ്യം ചെയ്യാനായി പിടിച്ച ഈ യുവാവിനെതിരെ തന്നെയാണോ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്? അജിംഷാദ്, ഈ മരിച്ച പെൺകുട്ടിയുടെ അകന്ന ബന്ധു കൂടിയാണ് ഈ യുവാവ്. ഇവരുമായി ഏറെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ യുവാവിന്. ഇവർ പല തവണ ഈ പെൺകുട്ടിയെ ഫോൺ മുഖാന്തരം ബന്ധപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം 33 തവണ SMS അയക്കുകയും 6 തവണ വിളിക്കുകയും ചെയ്തു. മരിക്കുന്ന ദിവസം 52 തവണ SMS അയക്കുകയും 4 തവണ വിളിക്കുകയും ചെയ്തു. ഈ ഫോൺ വിളിയിലെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ തന്നെ ഉള്ള സംസാരങ്ങളും ഈ യുവാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന വിധത്തിൽ പറഞ്ഞിരുന്നു എന്നതും, അതോടൊപ്പം തന്നെ ഈ തന്റെ ശല്യം സഹിക്കാനാകുന്നില്ല, അതുകൊണ്ട് താനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് മിഷേൽ പറഞ്ഞിരുന്നുവെന്നും ഈ യുവാവിന്റെ മൊഴിയിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലതവണ ഈ എന്ത് തീരുമാനമാണ് എടുത്തത് എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് തിങ്കളാഴ്ച അറിയാമെന്ന ഒരു മറുപടിയാണ് ഈ പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ചത് എന്നും ഈ യുവാവിന്റെ മൊഴിയിലുണ്ട്. അത്തരത്തിലുള്ള ഒരു തിങ്കളാഴ്ച, അതായത് കഴിഞ്ഞ 6-ാം തീയതിയോടുകൂടി തന്നെയായിരുന്നു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ യുവാവിന്റെ സമ്മർദ്ദവും യുവാവിൽ നിന്നുള്ള ഒരു ഭീഷണിയുടെയും സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ഈ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് ഇടയാക്കിയത് എന്നും, അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ സാധ്യത ഇല്ല എന്നും, സംഭവം ആത്മഹത്യ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതും അന്വേഷണ സംഘം അതുകൊണ്ടാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയുമായി ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷമാണ് ഈ യുവാവ് പോലീസിന്റെ ചോദ്യം ചെയ്യലായി എത്തിയത്. എന്നാൽ നിരന്തരം ചോദ്യം ചെയ്യുന്നതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സീഡാക്കിന്റെ ഒരു സഹായം കൂടി അന്വേഷണ സംഘം തേടിയിരുന്നു. ഈ സീഡാക്കിന്റെ സഹായത്തോടു കൂടിയിട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ നിരവധി തവണ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടതിന്റെ തെളിവുകളെല്ലാം തന്നെ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ യുവാവിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തുക. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിന്റെ അന്വേഷണം വലിയ രീതിയിൽ നിയമസഭയിൽ ഇത് വലിയ ചർച്ചയാവുകയും നിയമസഭയിൽ ഈ കാര്യം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ വിടാൻ മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് നിയമസഭയെ അറിയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ADGP വിതിൻ അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇനി ഈ കേസ് അന്വേഷിക്കുക. അതേസമയം അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഇതൊരു ആത്മഹത്യ തന്നെ എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു നിലപാടാണ് അവർ തുടരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ പിറവത്ത്, അവരുടെ സ്വദേശമായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ നാട്ടിലുള്ള പിറവത്ത് നാളെ ഹർത്താൽ ആചരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇവിടെ ഈ നാട്ടുകാർ. എന്തായാലും ഈ പോലീസ് ഇതുവരെ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവത്തിൽ ഈ യുവാവിന് മാത്രമാണ് പങ്കുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തുക. അജിംഷ. ശരി, സമീറാണ് വിവരങ്ങൾ നൽകിയത്. CA വിദ്യാർത്ഥിനിയായ മിഷേൽ ഷാജിയുടെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായോ എന്നും പരിശോധിക്കും. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി പ്രതിപക്ഷവും ആരോപിച്ചു. എറണാകുളം പിറവത്ത് CA വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മാർച്ച് 6-ാം തീയതിയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് 6-ാം തീയതി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ കാര്യമടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന നില സ്വീകരിക്കാം. അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ലാഘവ നില പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ അതിന് ഉത്തരവാദികളായവരുടെ മേലെ കനത്ത നടപടികളും വരും. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ കാണിക്കില്ല. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടും. പോലീസിൽ നിന്നും ലാഘവത്വമുണ്ടായാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി. എന്നാൽ മിഷേലിന്റേത് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് ആരോപിച്ചു. പരാതി സ്വീകരിക്കുന്നതിൽ പോലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്നും വീഴ്ചയുണ്ടായി എന്നും അദ്ദേഹം ആരോപിച്ചു. 18 വയസ്സാൾ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് സാർ അവിടെ ഇവരുടെ മാതാപിതാക്കൾ മുമ്പോട്ട് വെച്ചത്.
അവിടെയാണ് പോലീസ് പറഞ്ഞത് നിങ്ങൾ പോയി രാവിലെ വരൂ. സർ, ഇതാണോ സർ ഇവിടുത്തെ പോലീസിന്റെ ശുഷ്കാന്തി? ഇങ്ങനെയാണോ സർ ഒരു പോലീസ് പ്രവർത്തിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ സ്പീക്കറുടെ റൂളിംഗ്. ശിവസേനയുമായി ബന്ധപ്പെട്ട വാടക പരാമർശം അപകീർത്തികരമല്ലെന്ന് സ്പീക്കർ. അത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ അഭിപ്രായം മാത്രമാണ്. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യുന്ന കീഴ്വഴക്കമില്ല. പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങളുമായി ഇതിനെ താരതമ്യപ്പെടുത്തേണ്ടതില്ലെന്നും സ്പീക്കർ അറിയിച്ചു. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ശിവസേനക്കാരെ വാടകയ്ക്കെടുത്തതാണോ എന്നാണ്. ഇന്നലത്തെ നാടകത്തിന് പിന്നിൽ ഇവരുടെ കൈകളില്ലേ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ സദാചാര ഗുണ്ടായിസത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി നടത്തിയ ഈ പരാമർശം അപകീർത്തികരമല്ലെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. മുഖ്യമന്ത്രി രാഷ്ട്രീയ അഭിപ്രായം സംശയരൂപേണ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ പരാമർശം നീക്കം ചെയ്യേണ്ടതില്ല. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് KV അബ്ദുൽ ഖാദർ MLA പരാമർശിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയ വാക്കുകൾ നീക്കം ചെയ്തതിന് ഇതുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതോ സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നതോ ആയ പ്രസ്താവന നിയമസഭയിൽ ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ട്. ഉദ്ദേശിക്കാത്ത അർത്ഥം പോലും വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം നീക്കം ചെയ്തതെന്നും സ്പീക്കർ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാറിൽ പരിസ്ഥിതി നിയമം ലംഘിച്ച എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കണമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. പരിസ്ഥിതി പരിപാലന അതോറിറ്റി രൂപീകരിക്കുന്നതുവരെ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. കാർഷിക ആവശ്യങ്ങൾക്ക് നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പട്ടയങ്ങൾ റദ്ദാക്കണം. എന്നാൽ വീടുകൾ നിർമ്മിക്കുന്നതിന് തടസ്സമില്ലെന്നും പരിസ്ഥിതി സമിതി പറയുന്നു. മൂന്നാറിൽ ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള സ്ഥിരമോ താൽക്കാലികവുമായ എല്ലാ കെട്ടിട നിർമ്മാണങ്ങളും ഉടൻ നിർത്തിവെക്കണമെന്നാണ് നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ശുപാർശ. പരിസ്ഥിതിക്ക് അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള അധികാരം റവന്യൂ വകുപ്പ് വിനിയോഗിക്കണം. പട്ടയഭൂമി ഗാർഹികേതര ആവശ്യങ്ങൾക്കൊഴികെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ റദ്ദ് ചെയ്യണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നു. ഒരു പൊതു പരിസ്ഥിതി സംരക്ഷണ വികസന അതോറിറ്റിയുടെ കീഴിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യം. മൂന്നാറിലെ സ്വാഭാവികമായ കാലാവസ്ഥയുമൊക്കെ പരിക്കില്ലാതവണ്ണം സംരക്ഷിക്കാവുന്ന, മൂന്നാറിലെ ജീവിതത്തിന്, പാവപ്പെട്ട മനുഷ്യരുടെ, അധ്വാനിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന് ഉതകും വിധം ഇതെങ്ങനെ പ്രവർത്തന പന്ഥാവിൽ കൊണ്ടുവരാമെന്നതിനൊക്കെ പുതിയ ആലോചനകൾ വേണം. പാരിസ്ഥിതിക സവിശേഷതകൾ സംരക്ഷിച്ചു മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളൂവെന്ന് ഉറപ്പുവരുത്താൻ പരിസ്ഥിതി പരിപാലന അതോറിറ്റി രൂപീകരിക്കണം. പരിസ്ഥിതി സമിതി മൂന്നാറിൽ നടത്തിയ തെളിവെടുപ്പിൽ ചില വകുപ്പുകൾ വേണ്ടത്ര വിവരങ്ങൾ നൽകിയിട്ടില്ല, നൽകിയ ചില വിവരങ്ങൾക്ക് അടിസ്ഥാന രേഖകളില്ല തുടങ്ങിയ വിമർശനങ്ങളും മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായ സമിതി ഉന്നയിക്കുന്നു. MR സജേഷ്, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. JNUവിൽ ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. മരിച്ചത് തമിഴ്നാട് സ്വദേശി മുത്തുകൃഷ്ണനാണ്. സമത്വവും നീതിയും വിദ്യാഭ്യാസവും ഇടവും നിഷേധിച്ചെന്നാണ് മുത്തുകൃഷ്ണന്റെ അവസാന ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, രാജ്യത്ത് ഒരു ദളിത് വിദ്യാർത്ഥി കൂടി ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് മുത്തുകൃഷ്ണന്റെ ആത്മഹത്യ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? അജിംഷാദ്, രോഹിത് വെമുലയുടെ ആത്മഹത്യയും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ ഒരു വർഷം തികയുമ്പോഴാണ് മറ്റൊരു ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ രാജ്യത്തെ ഏറ്റവും പ്രമുഖ സർവകലാശാലകളിലൊന്നായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത്. JNUവിലെ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ കഴിഞ്ഞാൽ പിന്നീട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് JNUവിന്റെ തൊട്ട് സമീപത്തുള്ള മുനീർക്ക. ഈ മുനീർക്കയിലെ സുഹൃത്തിന്റെ വസതിയിലാണ് ഈ മുത്തുകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് ദില്ലി പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഈ മുത്തുകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനമായി കുറിച്ചിരിക്കുന്നത്, ഈ MPhil വിദ്യാർത്ഥിയായിരുന്നു മുത്തുകൃഷ്ണൻ, 25 വയസ്സായിരുന്നു, തമിഴ്നാട് സേലം സ്വദേശി കൂടിയായിരുന്നു. ഈ MPhil പ്രവേശന മാനദണ്ഡങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുത്തുകൃഷ്ണൻ അവസാനമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പല മാനദണ്ഡങ്ങളും മറികടന്ന് അനർഹരെ MPhil പ്രവേശിക്കപ്പെടുന്നു. മാത്രമല്ല JNUവിൽ വൈവ കോഴ്സ് കാര്യങ്ങളിൽ പോലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ദളിത് വിദ്യാർത്ഥികൾ നിരന്തരം ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നു. സമരം ചെയ്യുന്നവരിൽ ദളിത് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ട് ആക്രമണത്തിന് ഇരയാകുന്നു എന്നാണ് അവസാനമായി മുത്തുകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. രോഹിത് വെമുലയുടെ ആത്മഹത്യയും മറ്റു സംഭവവികാസങ്ങളിലും സമര പരിപാടികൾക്കൊക്കെ മുന്നിൽ നിന്നിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു മുത്തുകൃഷ്ണൻ.
പല ദളിത് വിരുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിലും സമരമാർഗങ്ങളിലുമൊക്കെ JNUവിൽ നേതൃത്വം നൽകിയിരുന്നതും മുത്തുകൃഷ്ണനായിരുന്നു. കൂടാതെ സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരെ വലിയ ശബ്ദമുയർത്തുകയും യൂണിവേഴ്സിറ്റി വിത്തൗട്ട് എ മദർ എന്ന സ്വന്തം ബ്ലോഗ്, മുത്തുകൃഷ്ണന്റെ ബ്ലോഗ് വലിയ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുകയും ചെയ്തതാണ്. അന്ന് രോഹിത് വെമുലയുടെ മാതാവിന് എഴുതിയ കത്തിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാണ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഭരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ രോഹിത് വെമുലമാർ നിരന്തരം സൃഷ്ടിക്കപ്പെടുന്നു. നാളെ മറ്റൊരു ദിവസം താൻ മറ്റൊരു രോഹിത് വെമുലയായി മാറിയേക്കാം എന്ന് പോലും മുത്തുകൃഷ്ണന്റെ ഫേസ്ബുക്ക് ബ്ലോഗിലൊക്കെ കുറിച്ചിരുന്നു. അതേ വാക്കുകൾ വീണ്ടും മുത്തുകൃഷ്ണന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. JNUവിൽ മറ്റൊരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യപ്പെട്ടിരുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് ലഭിക്കുന്നത്. ഇത് പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സർവകലാശാലയ്ക്കകത്ത് ദളിത് വിദ്യാർത്ഥികൾ ഈ MPhil പ്രവേശനത്തിനും മറ്റു പ്രശ്നങ്ങളിലും വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു. അത് അത്തരം ഒരു കാരണമാണ് ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് എന്നാണ് ദില്ലി പോലീസ് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് SFI അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അജിംഷ. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. JNUവിൽ ഒരു ദളിത് വിദ്യാർത്ഥി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവസാന ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം രോഹിത് വെമുലയ്ക്ക് സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സൂചിപ്പിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും മുത്തുകൃഷ്ണൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മണിപ്പൂരിൽ മുഖ്യമന്ത്രി ഇബോബി സിംഗ് രാജിവെച്ചു. ഗവർണർ നജ്മ ഹെപ്തുള്ളയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇബോബി രാജിവെച്ചത്. സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതും രാജിക്ക് കാരണമായി. BJP നിയമസഭാ കക്ഷി നേതാവ് ബീരേൻ സിംഗിനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കും. തൂക്കുമന്ത്രിസഭ വന്നതോടെ സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിലായ മണിപ്പൂരിൽ കാര്യങ്ങൾ വീണ്ടും BJPക്ക് അനുകൂലമാവുകയാണ്. കേവല ഭൂരിപക്ഷമായ 31 MLA-മാരുടെ പിന്തുണ അവകാശപ്പെട്ട് BJP ഗവർണറെ കണ്ടതിന് പിന്നാലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ കോൺഗ്രസിനെ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് ഇബോബി സിംഗും ഗവർണറെ സമീപിച്ചു. എന്നാൽ ചട്ടപ്രകാരം എത്രയും വേഗം രാജി സമർപ്പിച്ച് സർക്കാർ രൂപീകരിക്കാൻ വഴിയൊരുക്കണമെന്നായിരുന്നു ഗവർണർ ഇബോബി സിംഗിനോട് നിർദ്ദേശിച്ചത്. 4 നാഷണൽ പീപ്പിൾസ് പാർട്ടി MLA-മാരുടെ പിന്തുണ കൂടി ഉണ്ടെന്നായിരുന്നു കോൺഗ്രസ് ഗവർണറെ അറിയിച്ചത്. എന്നാൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി കോൺഗ്രസിനെ പിന്തുണച്ചിട്ടില്ലെന്നും ഗവർണറെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ജനറൽ സെക്രട്ടറി വിവേക് രാജ് ആരോപിച്ചു. കേവല ഭൂരിപക്ഷത്തിന് 31 സീറ്റുകൾ വേണ്ടിടത്ത് BJPക്ക് 21 MLA-മാരും കോൺഗ്രസിന് 28 സീറ്റുകളുമാണുള്ളത്. ബീരേൻ സിംഗിനെ നിയമസഭാകക്ഷി നേതാവായും BJP തെരഞ്ഞെടുത്തു. ഇതിനിടയിൽ ശ്യാംകുമാർ സിംഗ് അടക്കമുള്ള കോൺഗ്രസ് MLA-മാർ കൂടി BJPയിലേക്ക് ചേക്കേറിയതായാണ് വിവരം. അങ്ങനെയെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കപ്പെടുകയും പിന്നീട് BJP ടിക്കറ്റിൽ ജനവിധി തേടാനുമാണ് നീക്കം. അതേസമയം മനോഹർ പരീക്കറെ മുഖ്യമന്ത്രിയാകാൻ ഗവർണർ ക്ഷണിച്ചതിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ കോൺഗ്രസിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്തത് ഭരണഘടനാ വിരുദ്ധമെന്നും അടിയന്തര വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി നിരസിച്ചു. ഭരണഘടനാ സാധ്യത മുൻനിർത്തി ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ കോൺഗ്രസിനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചാലും നിലവിലെ സാഹചര്യത്തിൽ പ്രാദേശിക പാർട്ടികൾ പിന്തുണയ്ക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. മനുശങ്കർ, ദില്ലി. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. സ്ഥാനമൊഴിഞ്ഞ മനോഹർ പരീക്കറിന് പകരം അരുൺ ജെയ്റ്റ്ലി പ്രതിരോധ മന്ത്രി പദം ഏറ്റെടുക്കും. ഊർജ്ജ സഹമന്ത്രി പീയൂഷ് ഗോയൽ ധനമന്ത്രിയാകാനും സാധ്യത തെളിഞ്ഞു. കുമ്മനം രാജശേഖരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരും കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ട്. ഗോവ മുഖ്യമന്ത്രിയാകാൻ പ്രതിരോധ മന്ത്രിസ്ഥാനം മനോഹർ പരീക്കർ ഒഴിഞ്ഞതിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുകയാണ്. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രതിരോധ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തേക്കും. പകരം ഊർജ്ജ സഹമന്ത്രി പീയൂഷ് ഗോയൽ ധനമന്ത്രിയാകാനാണ് സാധ്യത. മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രിയാകുന്നതിന് മുമ്പ് നേരത്തെ അരുൺ ജെയ്റ്റ്ലി പ്രതിരോധ മന്ത്രാലയത്തിന്റെയും അധിക ചുമതല വഹിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഗുജറാത്ത്, കർണാടക സംസ്ഥാനങ്ങൾക്കും മന്ത്രിസഭാ പുനഃസംഘടനയിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചേക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, NDA സംസ്ഥാന ഉപാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരും കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലാണ്. ഇതിനിടയിൽ BJP ദേശീയ ഭാരവാഹി പുനഃസംഘടനയും ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ, ദേശീയ ആസ്ഥാനത്ത് ചുമതല വഹിക്കുന്ന അരവിന്ദ് മേനോൻ, R ബാലശങ്കർ തുടങ്ങിയവരും ഭാരവാഹിത്വ സാധ്യത പട്ടികയിൽ മുന്നിലാണ്. കേരളത്തിലെ NDA സഖ്യകക്ഷികൾക്കും കേന്ദ്ര സർക്കാർ പദവികളിൽ നിയമന സാധ്യതയുണ്ട്. BDJS നേതാവ് സുഭാഷ് വാസു, JRS നേതാവ് CK ജാനു തുടങ്ങിയവരാണ് പരിഗണനാ ലിസ്റ്റിൽ മുൻപിൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി.
തിക്കുറിശി ഫൗണ്ടേഷന്റെ മാധ്യമ സാഹിത്യ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച അഭിമുഖ പരിപാടിക്കുള്ള പുരസ്കാരം കൈരളി ടിവിയിലെ JB ജംഗ്ഷൻ ഷോ ഡയറക്ടർ M രാജീവിന് ലഭിച്ചു. മികച്ച വനിതാ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം കൈരളി പീപ്പിൾ TV റിപ്പോർട്ടർ S ഷീജ ഏറ്റുവാങ്ങി. മന്ത്രി AK ബാലനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SBT മുൻ ചീഫ് ജനറൽ മാനേജർ EK ഹരികുമാർ രചിച്ച നേടാനാവാത്തതായി ഒന്നുമില്ല എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഡെപ്യൂട്ടി കളക്ടർ ദിവ്യ S അയ്യർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ SBT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാർ, ശില്പി കാനായി കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. അകലംകുന്നം പഞ്ചായത്തിലെ ജലസേചന പദ്ധതിക്കായി വിട്ടു നൽകിയ ഭൂമി കുളം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ ഉടമ തിരിച്ചുപിടിച്ചു. ജനങ്ങൾ പദ്ധതി പ്രദേശത്ത് പ്രവേശിക്കാതിരിക്കാൻ മുള്ളുവേലി കെട്ടി തിരിച്ചതും വിവാദമാകുന്നു. കുടിവെള്ളം മുട്ടിയ നാട്ടുകാർ നിയമ നടപടിയിലേക്ക്. അകലകുന്നം മുൻ പഞ്ചായത്തംഗമായിരുന്ന തോമസ് കുര്യാക്കോസിന്റെ പറമ്പിലാണ് സർക്കാർ ചെലവിൽ പഞ്ചായത്ത് കുളവും കുഴൽക്കിണറും നിർമ്മിച്ചത്. 1985 കുളം നിർമ്മിക്കാൻ 80,000 രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും നൽകിയത്. കുഴൽക്കിണറിന് പണം മുടക്കിയത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തുമാണ്. പക്ഷേ പദ്ധതി പ്രദേശം തോമസ് കുര്യാക്കോസ് മുള്ളുവേലി കെട്ടി സ്വന്തമാക്കി. ഇതോടെ പൊതുജനങ്ങൾക്കായി രൂപം കൊടുത്ത 2 കുടിവെള്ള പദ്ധതികളും നിലച്ചു. മഞ്ഞാമറ്റം മേഖലയിലെ 350ഓളം കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന പദ്ധതികളായിരുന്നു ഇവ. സ്വകാര്യ വ്യക്തി കയ്യേറിയ പഞ്ചായത്ത് കുളവും കുഴൽക്കിണറും തിരിച്ചുപിടിച്ച് പൊതുജനങ്ങൾക്ക് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായ പ്രദേശത്ത് ഈ കുളം പുനരുദ്ധരിച്ച് ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് ഒരു 500 കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമം 90% പരിഹരിക്കുന്നതിന് ഇത് ഉപയോഗപ്രദമാകും. 1995-2000 കാലയളവിൽ ജനകീയ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തി കുളം 1.25 ലക്ഷം രൂപ മുടക്കി പുനരുദ്ധരിച്ചപ്പോൾ കൺവീനർ കൂടിയായ സ്ഥലമുടമ പദ്ധതിയിൽ ക്രമക്കേട് നടത്തി. ഒടുവിൽ കേസിൽ നിന്നും ഒഴിവാകാൻ പണം പഞ്ചായത്തിൽ അടയ്ക്കുകയായിരുന്നു. പഞ്ചായത്തിന് സറണ്ടർ ചെയ്ത കുളത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്നും ഇത് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മഞ്ഞാമറ്റം നിവാസികൾ നിയമ നടപടികൾക്കൊരുങ്ങുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലിംഗവിവേചനത്തിനും വിദ്യാർത്ഥികളുടെ വസ്ത്രധാരണ രീതിയിലെ നിയന്ത്രണങ്ങൾക്കുമെതിരെ കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ക്യാമ്പസിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്നതും ലെഗിങ്സ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ വിദ്യാർത്ഥിനികൾ ധരിക്കുന്നതിലും കോളേജിൽ വിലക്കുണ്ടെന്ന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പറയുന്നു. മാനേജ്മെന്റുമായി ചർച്ച ചെയ്ത ശേഷമേ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനാകൂ എന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ഒഴിവു സമയങ്ങളിൽ വിദ്യാർത്ഥിനികൾ അവർക്ക് മാത്രമായി അനുവദിച്ചു നൽകിയിട്ടുള്ള സ്ഥലത്തെ ഇരിക്കാവൂ. ഇത്തരത്തിലുള്ള നിർബന്ധിത ക്രോഡ് ആംഗിൾ സംവിധാനം കോളേജിൽ അവസാനിപ്പിക്കണം. വസ്ത്രധാരണ രീതിയുടെ പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു. ലെഗിങ്സ് ധരിക്കാൻ പാടില്ല. ഏതു വസ്ത്രമാണെങ്കിലും ഷോൾ ധരിച്ചിരിക്കണം. ഇങ്ങനെ നീളുന്നു നിയന്ത്രണങ്ങൾ. 9:30 മാത്രമേ ക്ലാസ്സുകളിൽ കയറാവുള്ളൂ. അതുവരെ ക്വാഡ്രാങ്കിൾ ഇരിക്കണം. അതിനുശേഷം ക്ലാസ് ഫ്രീ ഉള്ള സമയത്തും ക്വാഡ്രാങ്കിൾ തന്നെ ഇരിക്കണം. ലഞ്ച് കഴിക്കാനും ക്വാഡ്രാങ്കിൾ. അല്ലാതെ ഇത്രയും സുന്ദരമായ ക്യാമ്പസിൽ വേറെ എങ്ങും അവർക്ക് ഇരിക്കാനും സ്വാതന്ത്ര്യമില്ല. ഇറങ്ങി നടക്കാനും ഒന്നും. ഫ്രണ്ടിലെ വരാന്തകളിൽ പോലും ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്കില്ല. 6 മാസമാണ് ഒരു സെമി യൂണിവേഴ്സിറ്റി പ്രകാരം. പക്ഷെ ഇവിടെ 4 മാസത്തിനുള്ളിലാണ് പഠിപ്പിച്ച് തീർക്കുന്നതും. 2 ഇന്റേണലാണ്. 2 ഇന്റേണൽ എഴുതാൻ പറ്റാത്തവർക്ക് പൈസ അടിച്ചൊരു 3ാമത് ഇന്റേണലും കൂടെ എഴുതേണ്ട അവസ്ഥയാണ് ഇവിടെ. ഷോൾ ഇടാതെ വന്നു കഴിഞ്ഞാൽ അധ്യാപകരെ പോലും വശീകരിക്കുന്ന വിധത്തിലായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഷോൾ ധരിച്ചു വരണമെന്ന് പറഞ്ഞ അധ്യാപകർ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ക്യാൻറ്റീനിൽ തന്നെ ബോയ്സ് ഗേൾസ് എന്ന് പറഞ്ഞ 2 ഡിവിഷൻ ഉണ്ട്. ഗേൾസിന്റെ സൈഡിൽ ഗേൾസിന് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അവിടെ ഏതെങ്കിലും ബോയ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ ബോയുടെ കാര്യം പോക്കാം. അതേസമയം വർഷങ്ങളായി തുടരുന്ന നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും മാത്രമേ കോളേജിലുള്ളൂ എന്നും ഇവ മാറ്റണമെങ്കിൽ മാനേജ്മെന്റ് തല തീരുമാനം വേണമെന്നും പ്രിൻസിപ്പൽ വിൻസെന്റ് നെറ്റോ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് പേരൻസ് PTA വിളിക്കാം, കൗൺസിൽ വിളിക്കാം, പിന്നെ മാനേജ്മെൻറ്റും വിളിച്ചിട്ട് എല്ലാവരുടെയും തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ എക്സാമുകളുടെ പേരിൽ അമിത ഫീസ് ഈടാക്കുന്നതായും പരാതിയുണ്ട്. ഇന്റേണൽ എക്സാമുകളുടെ പേരിൽ അമിത ഫീസ് ഈടാക്കുന്നതും ഉൾപ്പെടെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൂടിയാണ് സമരം. 11 ആവശ്യങ്ങളാണ് പ്രിൻസിപ്പലിന് മുന്നിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിക്കാത്ത സാഹചര്യത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.